ഇപ്പോ ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഒന്ന്, ഇത് ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ ദേശീയ പ്രാധാന്യമുള്ള വിഷയം ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ എംപിമാരും ഒരുപോലെ അവരുടെ മണ്ഡലങ്ങളിൽ ജനങ്ങളെ അറിയിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനം ഇതാണ്. സമയം വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയും. അല്ല, വിജയരാമൻ പറഞ്ഞാൽ ഞാൻ മറുപടി പറയണോ? അല്ല അല്ല അത് 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 അല്ല 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 അത് അല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവർക്കും അറിയാം. അവരൊക്കെ ഒരു ജനങ്ങളുടെ മനസ്സുകളുടെ ബിംബങ്ങളാണ്. ആ ബിംബങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്യും. അത് ജാതിയുമില്ല, മതവുമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. CPM വോട്ടെന്നേ വോട്ട് ചെയ്തു. നിങ്ങൾ CPMന്റെ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ട് ബൂത്തുകളിലെ CPM ബൂത്തുകളൊക്കെ തന്നെ വലിയ ലീഡാണ് പ്രിയങ്ക കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ദേശീയ നേതാക്കൾ എന്ന നിലക്ക് അവർ എവിടെ പോയി മത്സരിച്ചാലും അവർക്കൊരു വോട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണത് അത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? അവർക്ക് സ്വയം തീരുമാനിക്കാൻ അധികാരമില്ലേ ആർക്ക് വോട്ട് ചെയ്യണം? വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ പ്രധാനം. നിങ്ങൾ ഇപ്പോൾ ആർക്കാ വോട്ട് ചെയ്യുന്നത് എനിക്കറിയോ? നിങ്ങൾ ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടമല്ലേ എനിക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്? അപ്പൊ ആര് വോട്ട് ചെയ്താൽ ആ വോട്ട് ഞങ്ങൾ കിട്ടുന്നു. എന്താ അത്ഭുതം? എന്താ അത്ഭുതം? ഏത് അല്ല, ഈ കഴിഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളെല്ലാം CPM ഏത് വോട്ട് സ്വീകരിച്ചത് തുറന്നു പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വളരെ കൃത്യമായി പറഞ്ഞു. അമീറിന് CPM ലീഡേഴ്സ് വന്നു കണ്ടതും എത്രയോ വർഷക്കാലം താഴെത്തട്ടിൽ കണ്ടത്, എത്രയോ വർഷക്കാലം തെരഞ്ഞെടുപ്പുകൾ സഖ്യമുണ്ടാക്കി തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. PDPയുമായി മദനിയുമായി. ഈ വേഷം കെട്ടിയ ആളുകളാണ് ഇപ്പം പറഞ്ഞ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നാണ് എനിക്ക് വിജയരാഘവനോട് എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഇതിപ്പോ ഈ വിഷയം ദേശീയ രാഷ്ട്രീയ പ്രധാന വിഷയം. ശരി.